ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഓക്കെ, തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെയുള്ള വീഡിയോ ഇവിടെ ഹസീന അച്ചായനെങ്ങനെ കണ്ടത്? പലർക്കും അത് അറിയാവുന്ന ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് തൊപ്പിയുടെ കൂടെ നടക്കുന്ന അച്ചായനും അതുപോലെ തന്നെ തൊപ്പിയുടെ എക്സ് കാമുകിയായിട്ടുള്ള ഫസീനയും തമ്മിലുള്ള ഒരു ഇഷ്യൂ. ഫസീനെ ഉണ്ടെങ്കിൽ ഈ ഒരു അച്ചായനും തമ്മിൽ സംസാരിച്ചു ഇടയ്ക്ക് വെച്ച് കല്യാണത്തിന് മുമ്പ്, കല്യാണം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ആ ഒരു സമയത്ത് വിളിച്ചിട്ട് എന്താ കല്യാണം വിളിക്കാമെന്നുള്ള കാര്യം ചോദിച്ചു. അതുപോലെ തന്നെ ഈ ഒരു അച്ചായൻ എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആയിട്ടൊക്കെ കിടക്കുവാണ്, അപ്പോൾ അതിനെക്കുറിച്ച് എന്താ വിളിച്ച് തിരക്കാമെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ആ ഒരു അച്ചായൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയെടുത്ത് ഫസീനെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത്. അത് ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞ രണ്ടായിട്ട് ആണ് ഇട്ടേക്കുന്നത്. ആദ്യമേ ഉണ്ടെങ്കിൽ ആ ഒരു വിളിച്ച് സംസാരിച്ച സമയത്ത് ബിഫോർ എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ആശുപത്രി അഡ്മിറ്റ് ആണ്, ഞാനിവിടെ ഉണ്ട്. ഇവരെല്ലാം ബ്ലഡ് ഒക്കെ തരാൻ വേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു നാളെ ബസ്സിലെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ടില്ലടാന്ന് പറഞ്ഞു. എന്നാലും എന്നെയോ എന്നോടൊന്ന് പറയാമല്ലോ, എല്ലാരും നല്ലല്ലോ. അല്ല എന്നെ വിട തങ്കുവും പതിയും കട്ട കമ്പനി അല്ലല്ലോ. ഇൻഷാല്ലാ ഓക്കെ. അപ്പൊ എനിവേ എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലെസ് യു. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഫുള്ളായിട്ട് എന്താണ് മനസ്സിലായില്ല. ഒരു കുട്ടിയുടെ അടുത്ത് വിളിച്ചിട്ട് എന്താ കല്യാണത്തിന് എന്താ വിളിക്കാമെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ അമ്മയാണെന്ന് തോന്നുന്നു, ആ ഒരു അച്ഛൻ്റെ അമ്മയെ വിളിക്കാൻ ഞാൻ എന്താണെന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ അമ്മയ്ക്ക് ഇതുപോലെ ഇഷ്യൂ എന്ന് പറഞ്ഞു, എന്താ വന്ന് കാണാൻ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. ആ സമയത്ത് ഫസീന പറഞ്ഞൊരു കാര്യം, ഇപ്പം വിളിച്ചാൽ വരുമായിരുന്നു, തൊപ്പിയൊക്കെ ഉള്ളതല്ലേ, അപ്പോഴത്തേന് വരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോഴത്തേന് എന്താ വിളിക്കാൻ ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ബട്ട് ഇതിനകത്ത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഒരു ഞാൻ വിചാരിച്ചാണ് വിളിക്കുമെന്നുള്ളത്. കാരണം അവരൊരുമിച്ച് കുറേ നാളുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഇത് ബിഫോർ എന്ന് പറഞ്ഞതിന് ശേഷം ആഫ്റ്റർ എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ഞാൻ അയാളുടെ വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് നെഗായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മൾ ഒരാളുടെ വീഡിയോ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ അയാളുടെ വീഡിയോ ഇപ്പൊ ഇടുവാണെങ്കിൽ അയാളുടെ അമ്മേനെ സഹായിക്കുന്ന പറഞ്ഞ വീഡിയോ ഇട്ടാ അയാൾ ഒന്നാമതെ തൊപ്പിയുടെ കൂടെ നടക്കുന്നതാണ്. അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ കയറിയിട്ടാ പിന്നെ ഞങ്ങൾ തമ്മിൽ അതാണ് ഇതാണ്, തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെയുള്ള വീഡിയോ ഇവിടെ ഇട്ട്, അപ്പൊ ഇവർക്ക് തൊപ്പിയുടെ ഇതാണ് ഇഷ്ടമാണ്, അങ്ങനത്തെ കുറെ കമന്റ് വരും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. പുള്ളിയുടെ കമ്പനിയുള്ള ആൾക്കാർ പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ലേ, അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ ഇടാത്ത മോശം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും ക്ലോസ് ഉള്ള ആൾക്കാർ വീഡിയോ ഇട്ടില്ല. പിന്നെ നമുക്കൊരാളെ സഹായിക്കണമെങ്കിൽ നമ്മൾ വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല. എനിക്ക് സഹായിക്കണമെങ്കിൽ എനിക്ക് പൈസ കൊടുത്ത് സഹായിച്ചാൽ പോരെ, അത് ഞാൻ വീഡിയോ ഇട്ട് സഹായിക്കണം. സോ പുള്ളിക്കാരി ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ട് വീഡിയോ അമ്മയെപ്പറ്റി ഒന്നും സഹായിക്കാൻ വേണ്ടി ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി തൊപ്പിയെ വെച്ച് ഇനി അതും ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തൊപ്പിയെ വെച്ച് എന്നെ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സഹായിക്കണമെങ്കിൽ അങ്ങനെ വീഡിയോ ഇടേണ്ട കാര്യമില്ല, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തൊപ്പിയൊന്നും ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ട് കാണുന്നുണ്ട്, അത്ര അടുത്ത് നടക്കുന്ന ആൾക്കാർ പോലും ഇടുന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഇടുന്നതെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫസീനയ്ക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു തൊപ്പി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ചായൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് അച്ചായൻ്റെ അമ്മച്ചി കുറേ ദിവസമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ ICUലാണ്. അപ്പം ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യേണ്ട വരുമെന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മൈൻഡിൽ നിന്നതാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഞാനും കൂടി ഇപ്പം ഇങ്ങനൊരു ഇതിലായിപ്പോയി. അപ്പം പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുക. താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ പറ്റുന്നവരെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എല്ലാവരും ഒന്ന് സഹായിക്കുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു ഈ ഒരു വീഡിയോ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തൊപ്പി പറയുന്ന ഒരു കാര്യം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം എനിക്ക് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു തൊപ്പി ഉണ്ടായിരുന്ന ഫുള്ളുണ്ടെങ്കിൽ ഒരു ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്നും ഫുള്ള് ക്യാഷ് പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇത്രയും ഈ അച്ചായനെ ഇത്രയും സഹായിക്കാൻ പറ്റാത്തൊരു കാര്യം വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ തനിക്ക് സഹായിക്കാൻ പറ്റുമോ എന്നാണ് ഈ ഒരു തൊപ്പി പറയുന്നത്. ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഇപ്പം തൻ്റെ കയ്യിൽ ക്യാഷോ ഒന്നും തന്നെ ഇല്ല, ആവശ്യത്തിന് പറ്റുന്നതാണ് ഇപ്പം താൻ സഹായിച്ചുള്ളത് എന്നുമാണ് തൊപ്പി പറയുന്നത്. തന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവർ ഇത് കണക്ക് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. സോ ഈ ഒരു വീഡിയോയ്ക്ക് ഫുള്ള് ഞാൻ കാണിച്ച ഒരു ഫസീനെ സംസാരിച്ച ഒരു വീഡിയോയിൽ ഈ ഒരു അച്ചായനെ തന്നെ യൂട്യൂബ് ചാനലാണ് എടുത്തിട്ടേക്കുന്നത്.
എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചു, പക്ഷേ അല്ലാതെ നിന്നപ്പോൾ ഇയാളെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിച്ച്. ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് അവൾക്ക് അറിയാവുന്നതാണ്, ബട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ആ ഒരു അച്ചായൻ ആ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നിയുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.